നമസ്കാരം ശ്രീജിത്ത് പണിക്കർ. നമസ്കാരം. ശ്രീജിത്ത്, ഈ നിരോധിത സംഘടനയായ PFIയും SDPIയും ഒന്ന് തന്നെയാണ്, അല്ലെങ്കിൽ PFIയുടെ രാഷ്ട്രീയ ഭാഗമാണ് SDPI. എന്തായാലും SDPI നിരോധന ഭീഷണി നേരിടുന്നുണ്ട്. അത് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ പരിഗണനയിലുമാണ്. ഇവർക്ക് വന്നിട്ടുള്ള ഫണ്ടുകളിൽ ED അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. എന്ന് വെച്ചാൽ രാജ്യവിരുദ്ധ പ്രവർത്തനങ്ങൾക്കായിട്ട് വരുന്ന ഫണ്ടുകളാണ് എന്നാണ് ED അന്വേഷിക്കുന്നത്. എങ്ങനെ നോക്കിക്കാണും? ഒന്നാമത്തെ കാര്യം ലക്ഷ്മി, നമ്മുടെ നാട്ടിൽ ഒരു രാഷ്ട്രീയ പാർട്ടിയെ നിരോധിക്കുക എന്ന് പറയുന്നത് അങ്ങനെ എളുപ്പമുള്ള ഒരു കാര്യമല്ല. PFI നിരോധിക്കപ്പെട്ടതിന്റെ കാരണം അതൊരു രാഷ്ട്രീയ പാർട്ടി അല്ല എന്നുള്ളത് കൊണ്ടാണ്. അത് നമ്മുടെ റെപ്രസെന്റേഷൻ ഓഫ് പീപ്പിൾ ആക്ടിൽ പെടുന്ന കാര്യമല്ല. അതൊരു സാമൂഹ്യ സംഘടന എന്ന രീതിയിൽ പ്രവർത്തിക്കുന്ന ഒരു സംഘടനയായിരുന്നു. അപ്പോൾ ആ ഒരു സംഘടനയ്ക്ക് തെറ്റായിട്ടുള്ള പ്രവണതകളിൽ ഏർപ്പെടുകയാണ് എങ്കിൽ അന്വേഷണ വിധേയമായിട്ട് തന്നെ അതിന്റെ ലൈസൻസ് ക്യാൻസൽ ചെയ്യുന്നതിനും അതിനെ സസ്പെൻഡ് ചെയ്യുന്നതിനും അതിനെ ഇല്ലാതെയാക്കുന്നതിനും ഒക്കെയുള്ള പ്രൊവിഷൻസ് അവിടെ ഉണ്ട് എന്ന് നമുക്കറിയാം. പക്ഷെ അത്രത്തോളം എളുപ്പമല്ല ഒരു രാഷ്ട്രീയ പാർട്ടിയെ ബാൻ ചെയ്യുന്നത്. അതിന്റെ പ്രധാനപ്പെട്ട കാര്യം തന്നെ അധികാരത്തിലുള്ള ആൾക്കാർക്ക് ആ അധികാരം ഉപയോഗിച്ചുകൊണ്ട് ഒരു രാഷ്ട്രീയ പാർട്ടിയെ ഇല്ലാതെയാക്കാമെങ്കിൽ നാളെ BJP അധികാരത്തിലിരിക്കുമ്പോൾ കോൺഗ്രസിനെ ഇല്ലാതെയാക്കിയാലോ, ഡൽഹിയിൽ ആം ആദ്മി പാർട്ടി എന്തെങ്കിലും ഒരു കാരണം പറഞ്ഞുകൊണ്ട് ഇല്ലാതെയാക്കിയാലോ, അപ്പോൾ അനുസ്യൂതം ഭരണം അവർക്ക് തന്നെ കിട്ടുന്ന രീതിയിലത്തേക്കുള്ള ഒരു ഏകാധിപത്യ പ്രവണതയെ പ്രോത്സാഹിപ്പിക്കലായി പോകുന്നത്. അത് ഉണ്ടാകാതിരിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് അങ്ങനെയുള്ള ഡയറക്റ്റ് കൺട്രോൾ ഒന്നും തന്നെ ഒരു സർക്കാരിനോ അല്ലെങ്കിൽ നേരിട്ട് ഒരു കോടതിക്കോ ഇലക്ഷൻ കമ്മീഷനോ ഒന്നും തന്നെ നേരിട്ട് അങ്ങനെ കൊടുക്കാത്തത്. പകരം ഈ കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാകണം. അതായത് ഇവരെല്ലാവരും തമ്മിൽ ഈ കാര്യത്തിൽ കൃത്യമായിട്ടുള്ള ഒരു ധാരണ ഉണ്ടാവുകയും ഈ ഒരു പൊളിറ്റിക്കൽ പാർട്ടി ദേശവിരുദ്ധ പ്രവർത്തനങ്ങളിലാണ് ഏർപ്പെടുന്നത് എന്നതുമായി ബന്ധപ്പെട്ട് കൃത്യമായിട്ടുള്ള ബോധ്യമുണ്ടാവുകയും വേണം. അപ്പോൾ അതിന് ഈ വിവിധ ഏജൻസികളെ കൺവിൻസ് ചെയ്യിപ്പിക്കേണ്ടതിന്റെ ആവശ്യമുള്ളത് കൊണ്ട് തന്നെയാണ് PFI 2022 നിരോധിക്കപ്പെട്ടതിന് ശേഷവും ഇപ്പോൾ ഏതാണ്ട് 2.5 വർഷം കഴിഞ്ഞതിന് ശേഷമാണ് SDPIയുമായി ബന്ധപ്പെട്ട് ശക്തമായിട്ടുള്ള അന്വേഷണത്തിലേക്ക് വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്കറിയാം, ഈ അടുത്തിടെ അവരുടെ 2 പ്രധാനപ്പെട്ട നേതാക്കന്മാർ, MK ഫൈസി അടക്കമുള്ള നേതാക്കന്മാർ അറസ്റ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അങ്ങനെ അറസ്റ്റ് ചെയ്തിരിക്കുന്ന സമയത്ത് പോലും ഇവർ ഏറ്റവും കൂടുതൽ കാര്യമായിട്ട് അന്വേഷിക്കുന്നത് ഇവരുടെ ഫണ്ടിങ് സോഴ്സസിനെ പറ്റിയാണ്. അപ്പോൾ ആ ഫണ്ടിങ് സോഴ്സസ് എന്ന് പറയുന്നത് വളരെ പ്രധാനമാണ്. കാരണം ഈ ഫണ്ടിങ്ങുമായി ബന്ധപ്പെട്ട് ആരാണ് ഇവർക്ക് ഫണ്ട് ചെയ്യുന്നത്, എന്ത് താല്പര്യപ്രകാരമാണ് ഫണ്ട് ചെയ്യുന്നത്, ഈ ഫണ്ടിങ് ചാനൽ എന്ന് പറയുന്നത് PFI ആണ് എന്ന് തെളിയിക്കപ്പെട്ടാൽ PFI എന്തൊക്കെ ആശയങ്ങൾ ഫർദർ ചെയ്യാനാണോ പ്രവർത്തിച്ചിരുന്നത് അതിനൊരു രാഷ്ട്രീയ മുഖമായി കണ്ടുകൊണ്ട് അവരുടെ തന്നെ ഒരു സംഘടനയെ അവരിതേ പണം ഉപയോഗിച്ചുകൊണ്ട് ഇതേ ആശയങ്ങൾക്ക് വേണ്ടി പ്രോത്സാഹിപ്പിക്കുകയായിരുന്നു എന്ന രീതിയിലത്തേക്കുള്ള അതിശക്തമായിട്ടുള്ള ഒരു വാദം ഉയർത്താനായിട്ട് ഈ അന്വേഷണ ഏജൻസികൾക്ക് സാധിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് നമുക്കറിയാമല്ലോ, ഇവരുടെ ഈ ഫൈസിയുടെ ഒക്കെ അറസ്റ്റ് കഴിഞ്ഞതിന് ശേഷം ഡൽഹി കോടതിയിൽ അഫിഡവിറ്റ് ഒക്കെ കൊടുക്കുന്ന സമയത്ത് EDയുടെ ഒരു സബ്മിഷൻ എന്ന് പറയുന്നത് തന്നെ PFI എന്ന് പറയുന്നത് തന്നെയാണ് SDPI എന്ന രീതിയിലാണ്. PFIയുടെ ഫണ്ടോടുകൂടി തന്നെയാണ് SDPIയുടെ അവരുടെ അനുഗ്രഹാശസ്സുകളോടുകൂടി തന്നെയാണ് SDPIയുടെ ഡേ ടു ഡേ ആക്ടിവിറ്റീസ് പോലും നടന്നിരിക്കുന്നത്. SDPIയുടെ എല്ലാ പോളിസി മേക്കിങ്ങിലും PFIയുടെ കൃത്യമായിട്ടുള്ള സ്വാധീനമുണ്ട്. തെരഞ്ഞെടുപ്പുകളിൽ മത്സരിക്കുന്ന സ്ഥാനാർത്ഥി നിർണയം പോലും നടത്തുന്നത് PFI ആണ്. അവരുടെ എല്ലാ പൊതുപരിപാടികളും ഓർഗനൈസ് ചെയ്തിരിക്കുന്നത് PFI ആണ്. അവരുടെ അണികളെ വർദ്ധിപ്പിക്കുന്നത് PFI ആണ്. ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ചെയ്തിരിക്കുന്നത് PFI ആണ് എന്നാണിരുന്നു അവരുടെ സബ്മിഷൻ. എന്ന് വെച്ചാൽ അതിനർത്ഥം PFI എന്ന് പറയുന്ന ഒരു സംഘടനയോട് അത്രത്തോളം വിധേയത്വം പുലർത്തിയിരുന്ന, അതിനെ അത്രത്തോളം ആശ്രയിച്ചിരുന്ന ഒരു സംഘടനയാണ്. അതിൽ നിന്ന് വേറിട്ട് SDPIക്ക് ഒരു നിലനിൽപ്പില്ല എന്ന് തെളിയിക്കാനാണ് അവർ ശ്രമിച്ചത്. എന്ന് വെച്ചാൽ PFI എന്തിനു വേണ്ടിയിട്ടാണോ നിലനിന്നത്, എന്ത് കാര്യത്താലാണോ PFI നിരോധിച്ചിരിക്കുന്നത്, ആ ആശയത്തെ പൂർണ്ണമായി നിരോധിക്കണമെങ്കിൽ SDPI എന്ന് പറയുന്ന പാർട്ടിയും ഇവിടെ ഉണ്ടാകാൻ പാടില്ല എന്നതാണ്. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഇവരുടെ ഫണ്ടിങ് നോക്കുന്നത്. ഇപ്പൊ കേവലം പണം കിട്ടിയിട്ടുണ്ട്, ഇപ്പം നമ്മൾ ഇടയ്ക്ക് കാണുന്നുണ്ട് ഒരു 4 കോടി രൂപ, പിന്നെ ഒരു 61 കോടി രൂപ, ഇങ്ങനെയൊക്കെ പറഞ്ഞ് പല കണക്കുകൾ വരുന്നുണ്ട്. ആ കേവലം കണക്കുകൾ എന്നതിനപ്പുറത്തേക്ക് ഈ ഫണ്ട് ചെയ്തിരിക്കുന്നത് ആരാണ്, അതിന് പിന്നിൽ ഒരു ഫണ്ടിങ് പാറ്റേൺ ഉണ്ടോ, ഇവരുടെ എക്സ്പെൻഡിച്ചർ എങ്ങനെയാണ് ഇവർ കൈകാര്യം ചെയ്തിരിക്കുന്നത്, ഇവർക്ക് ലഭിച്ചിരിക്കുന്ന ഡൊണേഷൻസ് എങ്ങനെയാണ് തുടങ്ങിയ കാര്യങ്ങൾ അതിൽ വളരെ പ്രാധാന്യമുള്ള കാര്യമാണ്. അതിൽ പ്രത്യേകിച്ച് ഡൊണേഷൻസ്. കാരണം ഇപ്പോൾ MK ഫൈസി അറസ്റ്റ് ചെയ്യപ്പെടുന്നതിനോടൊപ്പം തന്നെ വഹീദുർ റഹ്മാൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കക്ഷി, വഹീദുർ റഹ്മാൻ ജൈനുലാബുദ്ദീൻ, അദ്ദേഹവും അറസ്റ്റ് ചെയ്യപ്പെടുന്നുണ്ട്. അറസ്റ്റ് ചെയ്യപ്പെട്ടതിന് ശേഷം അദ്ദേഹവുമായി ബന്ധപ്പെട്ട് EDയുടെ തന്നെ കണക്കുകൾ അനുസരിച്ച് കുറേയധികം ആൾക്കാർ ഈ SDPIയുടെ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് കുറേയധികം ഇൻഡിവിജ്വൽസ് കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട് ഒരു ഡൊണേഷൻ എന്ന രീതിയിലേക്ക്. പക്ഷേ അത് വളരെ ഉയർന്ന തുകകളാണ് കൊടുത്തിരുന്നത്. അപ്പോൾ നമ്മുടെ നാട്ടിൽ സാധാരണ അങ്ങനെ ഒരു ഇൻഡിവിജ്വൽ ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് ഉയർന്ന തുക സംഭാവന ചെയ്യുകയാണ് എങ്കിൽ അതിന് പിന്നിൽ എന്തെങ്കിലും ഒരു രാഷ്ട്രീയമായിട്ടുള്ള ഉദ്ദേശമുണ്ട്, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു അജണ്ടയുണ്ട് എന്ന രീതിയിലാണ് അതിനെപ്പറ്റി സംശയിക്കുക. നമ്മളത് ഇലക്ട്രൽ ബോണ്ടൊക്കെ വരുന്ന സമയത്ത് അത് കമ്പനികളായിരുന്നപ്പോൾ പോലും അത് നമ്മൾ ചർച്ച ചെയ്തിരുന്നതാണ്. അപ്പൊ ഇവിടെയുള്ള ഒരു പാറ്റേൺ അവർ നോക്കുന്ന സമയത്ത് ഈ വഹീദുർ റഹ്മാൻ എന്ന് പറയുന്ന വ്യക്തിയാണ് ഈ ഫണ്ടുകൾ ഈ ഇൻഡിവിജ്വൽ അക്കൗണ്ട്സിൽ നിന്ന് SDPIയിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നതിന് മുമ്പ് വഹീദുർ റഹ്മാന്റെ അക്കൗണ്ടിൽ നിന്ന് അദ്ദേഹമാണ് ഈ ഇൻഡിവിജ്വൽസിന് ഈ പണം കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ABC എന്നിങ്ങനെ 3 ആൾക്കാർ SDPIക്ക് ഫണ്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ
ആ ഫണ്ട് ABC-ക്ക് എത്തിച്ചു കൊടുക്കുന്നത് വഹീദുർ റഹ്മാനാണ്. അപ്പോൾ എന്തുകൊണ്ടാണ് ഈ വഹീദുർ റഹ്മാൻ ആദ്യം നേരിട്ട് പണം അങ്ങോട്ട് കൊടുക്കുന്നതിന് പകരം ഇൻഡിവിജ്വൽ അക്കൗണ്ടുകളിലേക്ക് ഇടുകയും അവർ വീണ്ടും മറ്റുള്ള ഇതിലേക്ക് കൊടുക്കുകയും ചെയ്താൽ ഇത് എത്രത്തോളം ട്രേസ് ചെയ്യപ്പെടും എന്നതിനെ പറ്റിയുള്ള ഇവരുടെ ഒരു ആശങ്കയൊക്കെ തന്നെ നോക്കിയിട്ടായിരിക്കാം. എന്തായാലും കാണിച്ചിരിക്കുന്നത് ശുദ്ധ മണ്ടത്തരമാണ്, അതുകൊണ്ട് തന്നെയാണ് അത് പിടിക്കപ്പെടുന്നത്. അപ്പോൾ ഇവിടെ ഒരു ഇൻഡിവിജ്വൽ മൾട്ടിപ്പിൾ ആൾക്കാർക്ക് പണം കൊടുത്തതിന് ശേഷം അവരെ കൊണ്ട് ട്രാൻസ്ഫർ ചെയ്യിപ്പിക്കുന്നു എന്ന് പറയുമ്പോൾ അതിൽ എന്തോ തെറ്റായിട്ടുള്ള ഒരു പ്രവണതയുണ്ട് എന്നതിൻ്റെ കൃത്യമായിട്ടുള്ള ഒരു സൂചകമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഡൊണേഷൻസ് കൂടി ഇവരിപ്പോൾ പരിശോധിക്കുകയാണ്. അപ്പോൾ ഫണ്ടിങ് ഉണ്ട്, അവരുടെ എക്സ്പെൻഡിച്ചർ ഉണ്ട്, അവരുടെ ഡൊണേഷൻസ് ഉണ്ട്. ഇങ്ങനെ എല്ലാ കാര്യങ്ങളും നോക്കിയതിനു ശേഷം ഇവർ ദേശവിരുദ്ധ താല്പര്യത്തിലാണ് പ്രവർത്തിച്ചിരുന്നത് എന്നോ SDPI അല്ലെങ്കിൽ PFI നിരോധിക്കപ്പെടാനുണ്ടായിരുന്ന കാരണം എന്താണോ അതേ അജണ്ട തന്നെയാണ് SDPIക്ക് എന്നോ തെളിയിക്കാനായിട്ട് ഇലക്ഷൻ കമ്മീഷന് മുന്നിൽ, സുപ്രീം കോടതിയുടെ മുന്നിലൊക്കെ തന്നെ തെളിയിക്കാനായിട്ട് EDക്ക് സാധിച്ചാൽ, അതിനോട് ചേർന്ന് നിൽക്കുന്ന രീതിയിലത്തേക്കുള്ള ഒരു സമീപനം കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തു നിന്നുണ്ടായാൽ ഒരുപക്ഷെ ഈ പാർട്ടി ദേശവിരുദ്ധമായിട്ടാണ് പ്രവർത്തിക്കുന്നത് എന്നതിന്റെ അടിസ്ഥാനത്തിൽ അതിനെ പ്രവർത്തന സ്വാതന്ത്ര്യം, അനുമതി നിഷേധിക്കുന്നതിന് വേണ്ടിയിട്ട് സാധിക്കും. അതല്ലാതെ ഇത് ചെയ്യുന്നത് എളുപ്പമല്ല. ഞാൻ നേരത്തെ പറഞ്ഞ കാരണങ്ങളാൽ അതൊരു ഏകാധിപത്യ പ്രവണത ഉണ്ടാക്കാനുള്ള സാധ്യതയുണ്ട്. പക്ഷേ കേവലം കേന്ദ്ര സർക്കാർ തീരുമാനമെടുക്കുന്നു എന്നതിനപ്പുറത്തേക്ക് ഒരു അന്വേഷണ ഏജൻസി അതിൽ കൺവിക്ഷൻ ഉണ്ടാകണം, ഇലക്ഷൻ കമ്മീഷന് കൺവിക്ഷൻ ഉണ്ടാകണം, അതേപോലെ തന്നെ സുപ്രീം കോടതിക്ക് ഉണ്ടാകണം. അതിനു വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങളാണ് ഈ കഴിഞ്ഞ 2.5 വർഷമായിട്ട് നടത്തിയതും അത് ഒരുപക്ഷെ ഈ പ്രധാനപ്പെട്ട നേതാക്കന്മാരുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഫൈനാൻഷ്യൽ ട്രെയിലിലേക്ക്, ഇനി അവരുടെ ഫണ്ടിങ് പാറ്റേണിലേക്ക്, ഡൊണേഷൻസിലേക്ക് ഒക്കെ തന്നെ അന്വേഷിക്കാനായിട്ട് EDയെ പ്രേരിപ്പിച്ചത്. സാധാരണ നമ്മൾ കാണുന്നത് എങ്ങനെയാണ്, ED ഈ രീതിയിലത്തേക്കുള്ള എന്തെങ്കിലും ഒരു കാര്യങ്ങൾ കണ്ടു കഴിഞ്ഞാൽ അത് മണി ലോണ്ടറിങ് പോലെയുള്ള കാര്യങ്ങളായിട്ടാണ് പരിഗണിക്കപ്പെടുക. അപ്പോൾ എന്ത് ചെയ്യും, മണി ലോണ്ടറിങ്ങുമായി ബന്ധപ്പെട്ട് ഇവരെ അറസ്റ്റ് ചെയ്തതിന് ശേഷം നേരെ ഏത് കോടതിയാണോ അത് പരിഗണിക്കുന്നത് ആ കോടതിയിലേക്കാണ് ഇവർ പോവുക. പക്ഷേ ഇവിടെ കോടതിയിലേക്ക് പോകുന്നതിനോടൊപ്പം തന്നെ അവർ ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യയിലേക്ക് പോയിട്ടുണ്ട്. എന്തിന് ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യയിലേക്ക് പോകണം? കാരണം ഈ ഫണ്ടിങ് സോഴ്സുകൾ തെറ്റായിരുന്നുവെന്നും അത് ദേശവിരുദ്ധ താല്പര്യത്തിലുള്ളതായിരുന്നു എന്നും തെളിയിക്കുന്നതിനും തെറ്റായ പാറ്റേണിലുള്ള ഫണ്ടിംഗ് ആണ് ഈ പാർട്ടിക്ക് കിട്ടിയിരുന്നത് എന്നും ഇലക്ഷൻ കമ്മീഷനെ കൺവിൻസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് കോടതിയുടെ ഭാഗത്ത് നിന്നാണെങ്കിലും ഇലക്ഷൻ കമ്മീഷനോട് ഒരു ചോദ്യം ഉണ്ടാകുന്ന സമയത്ത് അതിൽ പൊളിറ്റിക്കൽ ബയേഴ്സ് ഒന്നുമില്ലാതെ തന്നെ ഇലക്ഷൻ കമ്മീഷന് അതിനെപ്പറ്റി അഭിപ്രായം പറയാനായിട്ട് സാധിക്കും. ഇപ്പോൾ നമ്മുടെ നാട്ടിൽ ഇലക്ഷൻ കമ്മീഷൻ എടുക്കുന്ന ഒരു തീരുമാനത്തിന് വലിയ സ്വീകാര്യതയൊന്നും ഉണ്ടാവണമെന്നില്ല. കാരണം അത് അപ്പോയിന്റ് ചെയ്തിരിക്കുന്നത് കേന്ദ്ര സർക്കാരാണ്, അതുകൊണ്ട് കേന്ദ്ര സർക്കാരിന്റെ താല്പര്യത്തിനനുസരിച്ചാണ് എന്നൊക്കെ അരവിന്ദ് കെജ്രിവാളിനെ പോലെയുള്ള നേതാക്കന്മാർ പോലും ആരോപിക്കുന്നതാണ്. പക്ഷേ ഈ വിവരങ്ങൾ ഈ ഇലക്ഷൻ കമ്മീഷന് മുമ്പിൽ വരുന്നതോടൊപ്പം തന്നെ പൊതുസമൂഹത്തിലേക്ക് എത്തുകയും ആൾക്കാർക്ക് തന്നെ അതിൽ കൃത്യമായിട്ടുള്ള ഒരു ധാരണ ഉണ്ടാവുകയും കൂടുതൽ തെളിവുകൾ ഇനി വരും ദിവസങ്ങളിൽ പുറത്തേക്ക് വരികയും ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ ഈ ഇലക്ഷൻ കമ്മീഷൻ കൺവിൻസ്ഡ് ആകുന്നതിനോടൊപ്പം തന്നെ ഒരു പൊതുജനാഭിപ്രായം കൂടി രൂപീകരിക്കപ്പെടും. അങ്ങനെ ഒരു പൊതുജനാഭിപ്രായം രൂപീകരിക്കപ്പെട്ടാൽ അത് പിന്നീട് എനിക്ക് തോന്നുന്നില്ല മറ്റാരെങ്കിലും അല്ല SDPI നിരോധിക്കേണ്ടി വന്നാൽ അതൊരു തെറ്റായിട്ടുള്ള തീരുമാനമാണ് എന്നൊന്നും തന്നെ ആരും പിന്നീട് പറയാനുള്ള സാധ്യതയില്ല. SDPIയുടെ വോട്ട് കിട്ടുന്ന രാഷ്ട്രീയ പാർട്ടികൾ പോലും ആ രീതിയിലേക്ക് പോകാനുള്ള സാധ്യതയില്ല. കാരണം ദേശവിരുദ്ധ പ്രവർത്തനമാണ് എന്ന് തെളിഞ്ഞു കഴിഞ്ഞാൽ പിന്നീട് അതിനെ സപ്പോർട്ട് ചെയ്യാനായിട്ട് അവർക്ക് സാധിക്കില്ല. അപ്പോൾ വളരെ കൃത്യമായിട്ടുള്ള ഒരു പ്ലാനിങ് ഈ പരിപാടിയുടെ പിന്നിലുണ്ട്. അത് കഴിഞ്ഞ 2.5 വർഷമായിട്ട് SDPI മാത്രം കേന്ദ്രീകരിച്ച് നടന്നു വരുന്നുണ്ടായിരുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. അതിപ്പോൾ അതിൻ്റെ ഒരു കൾമിനേഷനിലേക്ക് എത്തുന്ന ഒരു സാഹചര്യമാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ് ഞാൻ കരുതുന്നത്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.